ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ദി ഓൾറൗണ്ടർ ഗായിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്രോണിൻ്റെ ഫ്രെയിം നമുക്ക് ഫ്യൂഷൻ 360 എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫ്യൂഷൻ 360 ഓപ്പൺ ആക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പേജ് ഓൺ ആക്കി. അപ്പോൾ അതിനകത്ത് നമ്മൾ വരയ്ക്കാൻ പോകണം. അപ്പോൾ ഈ ബോട്ടം പ്ലെയിൻ ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ആദ്യമേ ഡ്രോണിൻ്റെ ആമിലേക്ക് തുടങ്ങാം. സോ നമുക്ക് മോട്ടർ മൗണ്ട് ചെയ്യണമല്ലോ, അപ്പോൾ ആ സെക്ഷനിലേക്ക് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ ഒരു സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞിട്ട് ലൈൻ കമാൻഡ് യൂസ് ചെയ്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിൽ എടുക്കാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി 3D പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 3D പ്രിൻറ്ററിൻ്റെ മാക്സിമം പ്രിൻറ്റബിൾ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിലുള്ളത് ഡയമെൻഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ലൈൻ കമാൻഡ് വെച്ചിട്ട് നമുക്ക് ആ ആമിൻ്റെ ലെന്ത് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡയമെൻഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണും. അപ്പോൾ ഇത് ആമിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 30 mm എടുത്തേ. അത് കഴിഞ്ഞിട്ട് ലെങ്ത്ത്, അതായത് ആ സർക്കിളിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് 100 mm ആണ് ലെങ്ത്ത് എടുത്തത്. ഓക്കെ, ഇനി ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ ഞാൻ വേറൊരു സർക്കിളും കൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BLDC മോട്ടറിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ അവിടെ ചെറിയ ഒരു പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിമിൽ തട്ടും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 8 mm ഗ്യാപ്പിൽ 2 സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോട്ടർ ഫിക്സ് ചെയ്യണ്ടേ, അപ്പോൾ നമുക്കത് സ്ക്രൂ ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടോ, മിറർ കമാൻഡ് യൂസ് ചെയ്ത് ഞാൻ സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്ന ആവശ്യമില്ല, അതുകൊണ്ട് മിറർ കമാൻഡ് യൂസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ആമിനെ നമ്മുടെ മെയിൻ ഫ്രെയിം, അതായത് ആ ബോഡിയിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യണമല്ലോ. സോ അത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് നട്ടും ബോൾട്ടും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15 mm, അതായത് നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ 15 mm ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അവിടെ ഒരു സർക്കിൾ വരച്ചു. അതേപോലെ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണം മിറർ കമാൻഡ് യൂസ് ചെയ്യാം. ഞാൻ 2 പ്രാവശ്യം ഡ്രോ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷനൊക്കെ ട്രിം ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ നമ്മളിത് അൺവാണ്ടഡ് ആയിട്ടുള്ളതെല്ലാം ട്രിം ചെയ്തു. നമ്മളിത് എക്സ്ട്രൂഡ് ഓപ്ഷൻ ചെയ്തിട്ട് നമ്മളത് നമുക്ക് വേണ്ടിയ തിക്നെസ്സിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 mm തിക്നെസ്സാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആമിൻ്റെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് അതായത് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷീറ്റ് പോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ അതിന് കുറച്ചും കൂടി സ്ട്രെങ്ത്ത് വരുത്താൻ വേണ്ടി അടിയിലൊരു ബീം പോലത്തെ ഒരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലൈൻ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആക്കി എടുക്കുവാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി സെൻട്രൽ ലൈൻ ഉള്ളത് കൊണ്ട് ഞാൻ മിറർ കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒരു ഡ്രോ ചെയ്ത ലൈനിന് ഇനി ഒരു സൈഡിലേക്ക് ആക്കി. കണ്ടോ, അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ഉണ്ട്. സോ ഇതിനകത്ത് നമുക്ക് ഇത്ര ഫുള്ളായിട്ട് വേണ്ട, കാരണം നമ്മൾ ഫുള്ളാക്കി വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത്രയും ഭാഗം ഒരു 30 mm ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു ലൈൻ അതിനെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോട്ടറിൻ്റെ ഹോൾ വരുമല്ലോ, അവിടെ കട്ട് ചെയ്തു, ലൈൻ ഡ്രോ ചെയ്തു. അതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമ്മളിതിന് ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലാൻഡിങ് ഗിയർ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് എഡിറ്റ് സ്കെച്ച് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ലൈനിൻ്റെ അപ്പുറത്തേക്കുള്ളത് കുറച്ച് കൂടുതലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കത് ലാൻഡിങ് ഗിയർ, അതായത് നമുക്ക് വന്ന് ഡ്രോൺ വന്ന് ലാൻഡ് ആവാൻ വേണ്ടിയുള്ളൊരു സ്റ്റാൻഡ് പോലെ ആയില്ലേ. അപ്പോൾ അതിനകത്ത് കുറച്ച് മെറ്റീരിയൽ സേവ് ചെയ്യാനും, അപ്പോൾ അതായത് നമ്മൾ ഒരുപാട് മെറ്റീരിയൽ ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വെയിറ്റ് കൂടും. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ നമ്മൾ താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്ത പോർഷനിൽ നമ്മൾ സെൻറ്റർ പോയിൻ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് റെക്റ്റാങ്കുലർ കമാൻഡ് യൂസ് ചെയ്തിട്ട് അത്രയും ഭാഗം നമ്മൾ റിമൂവ് ചെയ്യാണ്. അതായത് എക്സ്ട്രൂഡ് ഓപ്ഷൻ എടുത്തിട്ട് ബാക്കിലേക്ക് വലിക്കുമ്പോൾ കട്ട് ഓപ്ഷൻ ആവും.
അങ്ങനെ നമ്മളിത് അത് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ഒക്കെ ആണല്ലോ, നമുക്കപ്പം ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതെല്ലാം ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം. അപ്പോൾ ഫില്ലറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ പല പല സൈസിൽ നമ്മൾ വെച്ച് നോക്കണം. അപ്പോൾ ഏതാണ് നല്ലതായിട്ട് ഒരു ഫിനിഷിങ്ങിൽ വരിക എന്നൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാ റഫ്സ്, അതായത് ഷാർപ്പായിട്ടുള്ള എഡ്ജസിലെല്ലാം നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മളിത് നമ്മുടെ എഡ്ജസ് എല്ലാം സ്മൂത്ത് കർവാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ മേളിൽ ക്രിയേറ്റ് സ്കെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട്, അപ്പോൾ അതായത് നമുക്ക് കുറച്ച് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വെയിറ്റ് കുറയ്ക്കാനും, അങ്ങനെ നമ്മളൊരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനകത്ത് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡയമെൻഷനകത്ത് കാണാം. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെയിറ്റ് കുറയ്ക്കാനും മെറ്റീരിയൽ കുറയ്ക്കാനും, ഇപ്പോൾ നിങ്ങൾ 3D പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 3D പ്രിൻറ്റിങ്ങിൻ്റെ ടൈമിംഗ് കുറച്ച് കുറയ്ക്കാം, അങ്ങനത്തെ പർപ്പസിനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് കണ്ടോ, ആ എഡ്ജിൽ നിന്ന് 60 mm ഗ്യാപ്പിലാണ് സെൻറ്റർ പോയിൻറ്റ് വെച്ച്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എക്സ്ട്രൂഡ് കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് കുറച്ച്, അതായത് കുറച്ച് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല, കാരണം അത് സ്ട്രെങ്ത് കുറയും. സോ നമ്മൾ കുറച്ച് കട്ട് ചെയ്തു. പിന്നെ അവിടെ തന്നെ നമ്മൾ ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്തൊന്നും കർവായിട്ട് ആക്കിയെടുക്കാം. ഓക്കെ, സോ ഇത് നമ്മളൊരു അസംഷനാണ്, ഇതൊരു പ്രോപ്പറായിട്ടുള്ള സിമുലേഷൻ ചെയ്ത് നമുക്ക് സ്ട്രെസ് ആക്ട് ചെയ്ത് എവിടെയാണെന്നൊക്കെ നോക്കിയിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വേറെ ഷീറ്റ് എടുത്തു, അപ്പോൾ അവിടെ ക്രിയേറ്റ് സ്കെച്ച് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ആദ്യമേ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. അപ്പോൾ 150 mm വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്വയർ വരച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ഒരു സ്ക്വയറിഷ് ആയിട്ട് വേണ്ട, കുറച്ച് കാണാൻ രസമായിട്ടുള്ളത് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 15 mm ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞ് നേരെ മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, എഡ്ജിലേക്ക്, അതായത് നമ്മുടെ ഒരു എഡ്ജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ആ എഡ്ജിൽ നിന്ന് നമുക്ക് ഞാനൊരു നമ്മുടെ ആം 30 mm ആണല്ലോ, അപ്പം അതേ വിഡ്ത്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ 30 mm ലൈൻ വരച്ചു. ഇനി ആ ലൈന് നമുക്ക് 4 സൈഡിലും വേണം. സോ ഇത് 4 പ്രാവശ്യമായിട്ട് നമ്മൾ വരയ്ക്കാൻ നിൽക്കുന്ന ആവശ്യമില്ല. അപ്പോൾ സർക്കുലർ പാറ്റേൺ കമാൻഡ് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലൈൻ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെൻറ്റർ പോയിൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 4 എണ്ണം നമുക്ക് 4 സൈഡിലാണ് വേണ്ട. അപ്പോൾ 4 കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡിൽ ഇത് ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഡ്ജസ് നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷിങ്ങിൽ, അതായത് ആ ഒരു കർവായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ആർക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതാണ്ട് ആർക്കിന് വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഡയമെൻഷൻ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതും നമുക്ക് 4 സൈഡിൽ വേണം. സോ പിന്നെയും ഞാൻ സർക്കുലർ പാറ്റേൺ കമാൻഡ് യൂസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ കർവ് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് സെൻറ്റർ പോയിൻറ്റ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റി 4 അടിച്ചു. അപ്പോൾ നമുക്കത് 4 പ്രാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ വെറും സ്ക്വയറിനെക്കാളും ഇങ്ങനെ ഒരു ഡിസൈൻ വന്നപ്പോൾ ഒരു കാണാൻ രസമില്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് അതിനകത്ത് നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതെല്ലാം ട്രിം ചെയ്ത് കളഞ്ഞ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും, പിന്നെ നമുക്ക് ആ ബാറ്ററി സ്ട്രാപ്പ് വെക്കാനും, പിന്നെ നമ്മുടെ സർക്യൂട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ബോഡിക്കകത്ത് ഒരു കുറച്ച് സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒരു 20 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് 2 റെക്റ്റാങ്കുലർ സെക്ഷൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ ഇത് എനിക്ക് മറ്റേ സൈഡിലും വേണം. അതിന് ഞാൻ എൻ്റെ മിറർ കമാൻഡ് യൂസ് ചെയ്യാണ്. ഓക്കെ, സോ മിറർ കമാൻഡ് യൂസ് ചെയ്യാൻ നേരത്ത് സെൻട്രൽ ലൈൻ വേണം. സോ സെൻട്രൽ ലൈൻ ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ ഇത് സെൻട്രൽ ലൈൻ ഉപയോഗിച്ചു നമ്മൾ ഡ്രോ ചെയ്തു.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ റെക്ടാങ്കുലർ സെക്ഷൻ ഫുള്ളായിട്ട് അതായത് റെക്ടാങ്കുലർ ലൈൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മിറർ അടിച്ച് കഴിഞ്ഞാൽ മിറർ വന്നു. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് വരയ്ക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ആം നമ്മുടെ ബോഡിയിലേക്ക് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് നമുക്കൊന്ന് സ്ക്രൂ ചെയ്യണമല്ലോ. അപ്പം നട്ട് ബോൾട്ട് ഫിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 15 mm സ്പേസ് എടുത്തിട്ട് അവിടെ നിന്ന് 7.5, അതായത് നമ്മൾ അവിടെയും 7.5 ആണല്ലോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, സോ സർക്കിൾ വരച്ചു. അപ്പോൾ ഇത് നമുക്ക് മറ്റേ സൈഡിലും വേണം. അപ്പോൾ അതിന് വീണ്ടും ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മിറർ കമാൻഡ് യൂസ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റിലേക്ക് ഡ്രോ ചെയ്തു. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് എല്ലാ സൈഡിലും വേണം, 4 സൈഡിലും വേണം. സോ അതിന് ആ സർക്കിൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർക്കുലർ പാറ്റേൺ കമാൻഡ് യൂസ് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൻറ്റർ സെലക്ട് ചെയ്ത് എത്ര കൗണ്ട് വേണമെന്ന്, അതായത് ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4 വേണം. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എല്ലാ സ്ഥലത്തിൻ്റെയും സർക്കിൾ കിട്ടി. ഓക്കെ, അപ്പോൾ ഫിനിഷ് സ്കെച്ച് അടിക്കുക. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട തിക്നെസ്, ഞാൻ 5 mm ആണ് ഇപ്പോൾ തിക്നെസ് എടുക്കുന്നത്. ഓക്കെ, 5 mm തിക്നെസ് എടുത്തു. അപ്പോൾ നമ്മുടെ ബോഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ എഡ്ജസും ഷാർപ്പായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സ്മൂത്ത് കർവാക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മളിത് ഫിൽഡറ്റ് കമാൻഡ് യൂസ് ചെയ്ത് എല്ലാ എഡ്ജസും റെഡിയാക്കി എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊരു എഡ്ജസൊക്കെ നല്ല സ്മൂത്തായി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തു, അത് സേവ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷീറ്റ് ഓപ്പൺ ആക്കി. അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൊണ്ട് അസംബിൾ ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡ്രോയിങ് എടുക്കുക, ഇൻസേർട്ട് ടു കറണ്ട് ഡ്രോയിങ് കൊടുക്കുക, അതായത് കറണ്ട് ഷീറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആമും കൂടെ സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇൻസേർട്ട് ഇൻ ടു കറണ്ട് ഡിസൈൻ. ഓക്കെ, സോ ഇനി നമുക്ക് അസംബിളിൽ പോയിട്ട് ജോയിൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് എവിടെയാണ് വെക്കണ്ടേ. അപ്പോൾ അത് ആ പോയിൻ്റ്, അതായത് നമുക്കിപ്പം അതായത് നട്ട് ബോൾട്ട് സെലക്ട് ചെയ്യുന്നിടത്താണല്ലോ ഇത് വരേണ്ടത്. അപ്പോൾ ആ ഹോള് രണ്ടിലും, അതായത് നമ്മുടെ ബോഡിയിലും നമ്മുടെ ആമിലും സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമല്ലോ, റൊട്ടേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് സെറ്റ് ചെയ്യണം. സോ ആംഗിൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ജോയിൻ്റായി. അങ്ങനെ നമുക്ക് 4 സൈഡിലും ചെയ്തെടുക്കണം. അതിന് വേണ്ടി പിന്നെയും ആ സ്കെച്ച്, അതായത് നമ്മുടെ ആം സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ടു കറണ്ട് ഡ്രോയിങ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെയിം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ നമ്മളിത് 4 എഡ്ജസിലും 4 സൈഡിലും നമ്മുടെ ആം സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അടിയിൽ ഫ്രെയിമായി. നമുക്കിനി മേളിലേക്ക് നമ്മുടെ വേറെ സെയിം ബോഡി നമുക്ക് സെറ്റ് ചെയ്യണം. എന്നാലേ നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, നട്ട് ബോൾട്ട് ചെയ്ത് നമുക്കത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒന്നും കൂടെ ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്ക്രൂ ചെയ്യുന്ന സ്ഥലമല്ലേ, ഹോളില്ലേ, അപ്പോൾ അത് ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഇപ്പോൾ ആയ ഒരു ഫ്രെയിമിലും നമ്മൾ ഉണ്ടാക്കി വെച്ച ബോഡിയിലും സെലക്ട് ചെയ്ത്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ കണ്ടോ, റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടെ നിങ്ങൾക്ക് ബാറ്ററി സ്ട്രാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് അടിയിൽ ബാറ്ററി പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബാറ്ററി പ്ലേസ് ചെയ്യാൻ പറ്റും. ആ സെൻറ്ററിൽ കൂടെ ബാറ്ററി സ്ട്രാപ്പ് എടുക്കാം. പിന്നെ അതർ ഇലക്ട്രോണിക്സ് നമുക്ക് ഇതിൻ്റെ മേളിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഡ്രോണിൻ്റെ ഫ്രെയിം, അത് ചാസി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത്ര ചെയ്തത്, അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മോട്ടറിന് പിന്നെ ഒരു പ്രൊപ്പലർ പോലത്തെ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ഞാൻ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മോട്ടറും കൂടെ നിങ്ങളിപ്പോൾ 3D പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പ്രൊസീജിയർ നമ്മൾ ഇത് അസംബിൾ ചെയ്യുക. അതായത് ആ മോട്ടറിലുള്ള ഹോളുണ്ടല്ലോ, ആ ഹോളും നമ്മുടെ ഈ ആമിലുള്ള ഹോൾ തമ്മിൽ മാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോട്ടർ സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ യൂഷ്വലി നട്ട് ബോൾട്ട് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇതിൽ ചെയ്ത് വെച്ചേക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ 4 വശത്തത് മോട്ടർ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതേ മോട്ടർ സെറ്റ് ചെയ്ത ഈ ഒരു രീതിയിലല്ല ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പ്രൊപ്പല്ലർ സെറ്റ് ചെയ്യാൻ പറ്റും. സോ പ്രൊപ്പല്ലറിൻ്റെ ഒരു ബേസിക് കറക്റ്റ് ഒരു പ്രൊപ്പല്ലർ ഡിസൈനല്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു പ്രൊപ്പല്ലറിൻ്റെ ഡിസൈനാണ്. സോ ഇത് ഞാൻ ആ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് റൊട്ടേഷൻ ചെയ്യുന്ന പോലെ ഫിക്സ്, അതായത് ജോയിൻറ്റ് ചെയ്യുന്നതിനകത്ത് റൊട്ടേഷൻ ചെയ്യുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിത് കറക്റ്റ് ആ ഷാഫ്റ്റിൻ്റെ സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെ 4 മോട്ടറിൻ്റെയും ഇതിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ വെച്ചിട്ട് ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറങ്ങുന്ന കാണാം. അങ്ങനെ നമ്മൾ എല്ലാ മോട്ടറിലും ഒരു പ്രൊപ്പല്ലർ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ അസംബിൾ ചെയ്തത് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, ടൈം ലൈൻ റൺ ചെയ്ത് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 3D പ്രിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രോൺ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് കഴിഞ്ഞാൽ ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ ബൈ.